രാമായണ തത്വം. ബാലകാണ്ഡം. രാമഹൃദയം. കൈലാസനാഥനായ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ വാമാങ്ക സംസ്ഥയായ ഹൈമവതി ദേവി ഒരിക്കൽ വളരെ ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാനോട് തനിക്ക് തത്വം ഉപദേശിച്ചു തന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു. ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയ വിജ്ഞാനത്തെയാണ് ഉപദേശിപ്പാൻ അപേക്ഷിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ശ്രീരാമന്റെ തത്വരഹസ്യത്തെ ആദ്യം തന്നെ ഉപദേശിച്ചാൽ കൊള്ളാമെന്നും അപേക്ഷിക്കുന്നുണ്ട്. ഇതാണ് അധ്യാത്മ രാമായണ ഉപദേശത്തിനു വേണ്ടി ശിഷ്യയായ പാർവതി ദേവിയുടെ ചോദ്യം. ഈ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ആചാര്യനായ ശ്രീപരമേശ്വരൻ അധ്യാത്മ രാമായണത്തെ ഉപദേശിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് ശ്രീരാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല, ഒരു തത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അഭിപ്രായത്തെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്താൻ വേണ്ടിയോ എന്ന് തോന്നുമാറ് ഉപദേശത്തിന്റെ ആരംഭവും ഇതേ കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ്. രാമൻ എന്ന് പറഞ്ഞാൽ ഇന്ന തത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട പരമമായ തത്വത്തെയാണ് രാമനിൽ കൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടെയും അവതരിപ്പിക്കുമ്പോൾ മാത്രമേ മനുഷ്യരുടെ പ്രജ്ഞയ്ക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനും പ്രായോഗികമാക്കി തീർക്കാനും കഴിയൂ എന്ന സിദ്ധാന്തമാണ് അതിനടിയിലുള്ളതെന്നും ബോധിക്കാം. പരമമായ തത്വത്തെയാണ് രാമനായി ആവിഷ്കരിച്ചതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റു തത്വങ്ങളെയും അവയുടെ ഉപാധികളെയുമാണ് രാമനോട് ബന്ധപ്പെട്ട മറ്റു ജനങ്ങളായും അവതരിപ്പിക്കുന്നതെന്നും ധരിക്കണം. ഈ ദൃഷ്ടി വെച്ചുകൊണ്ട് വേണം നാം രാമായണത്തിലേക്ക് കടക്കാൻ. എങ്കിലേ രാമായണത്തിന്റെ സൗന്ദര്യത്തെ വേണ്ട പോലെ ആസ്വദിക്കാൻ പറ്റൂ. പ്രസ്തുത ദൃഷ്ടിയിൽ കൂടി രാമായണത്തെ വീക്ഷിക്കുമ്പോൾ കഥകളും പാത്രങ്ങളും വെറും ഗോളങ്ങൾ മാത്രമാണ്. അവയെ തട്ടിക്കളയുമ്പോൾ ശേഷിക്കുന്നത് നിഷ്കൃഷ്ടമായ വേദാന്ത തത്വം മാത്രവുമാണ്. ഇതാണ് അധ്യാത്മരാമായണം കഥാസ്വരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായി ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ വേദാന്ത പ്രകരണമെന്ന് പറയാനും കാരണം. ശ്രീ പാർവതി ദേവിയുടെ ഭക്തിശ്രദ്ധ വിനയപുരസ്സരമുള്ള ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ശ്രീപരമേശ്വരൻ ആദ്യം തന്നെ ദേവിയെയും ദേവിയുടെ ചോദ്യത്തെയും പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അരുളി ചെയ്യുകയാണ്, നീ ധന്യയും ഭാഗ്യവതിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീരാമ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുവല്ലോ. സാധാരണ ആരും പതിവില്ലാത്തതാണ് രാമതത്വ അന്വേഷണം. നിനക്കത് ചെയ്യാൻ തോന്നിയെന്നത് ഭാഗ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സൂചനയാണ്. എത്രയോ ജന്മങ്ങളിൽ ആർജിച്ച സുകൃതം കൊണ്ട് ദുരിതം നശിച്ച പുണ്യാത്മാവായ ഒരാൾക്ക് ഭാഗ്യകാലത്ത് മാത്രമാണ് രാമതത്വാന്വേഷണവും അറിവും ഉണ്ടായിത്തീരുന്നതെന്ന് ഈ അഭിനന്ദനം കൊണ്ട് ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു. രാമതത്വത്തെ ഒരാൾക്ക് ശരിക്കറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജന്മം സഫലമായെന്നും അതിൻ്റെ മാഹാത്മ്യ കഥനം കൊണ്ട് വ്യഞ്ചരിപ്പിച്ചിരിക്കുന്നു. ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമാത്മാവാണെന്നർത്ഥമാണ്. അല്ലെങ്കിൽ വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്തതും പ്രകൃതിക്കതീതവും എല്ലാത്തിനും കാരണവും സർവോപാധി നിർമുക്തവും അപരിച്ഛിന്നവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരമചൈതന്യത്തെയാണ് രാമൻ എന്ന് പറയുന്നത്. അധ്യാത്മരാമായണമാകുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ രാമൻ എന്ന് പറയുന്നുവോ അവിടെയൊക്കെ ഇതേ അർത്ഥത്തെ ധരിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ പരമാത്മാവിനധീനയും വിശ്വസൃഷ്ടിക്ക് കാരണവും ത്രിഗുണാത്മികയുമായ മൂലപ്രകൃതിയെയാണ് സീതയെന്നും പറയുന്നത്. സീത എന്ന ശബ്ദത്തിനും ഇതേ അർത്ഥത്തെയാണ് ഈ ഗ്രന്ഥത്തിൽ എല്ലായിടത്തും ഗ്രഹിക്കേണ്ടത്. വാഗ്മനസ്സുകൾക്ക് ഗോചരമല്ലാത്തതാണ് പറയപ്പെട്ട പ്രകൃതിയും പരമാത്മാവുമാകുന്ന തത്വങ്ങളെന്ന കാരണത്താൽ മന്ദപ്രജ്ഞരായ മനുഷ്യരുടെ അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തിൽ പ്രസ്തുത രണ്ട് തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ വസ്തുത ശ്രീരാമനും സീതാദേവിയും ഹനുമാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ കൂടെ വ്യക്തമായി അറിയാൻ കഴിയുന്നതിനാൽ അതിനെ ഇവിടെ ഉപന്യസിക്കാം. രാവണവധാനന്തരം അയോധ്യയിൽ മടങ്ങിവന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കയിൽ നിന്നും കിഷ്കിന്ധയിൽ നിന്നും വന്ന എല്ലാവരെയും യഥോചിതം സമ്മാനിച്ചയച്ച ശേഷവും അത്യന്തഭക്തനായ ആഞ്ജനേയൻ ഭഗവാനെ വിട്ടുപിരിയാനുള്ള വൈമനസ്യം കൊണ്ട് പിന്നെയും കുറേ ദിവസം രാമപാദ ശുശ്രൂഷ ചെയ്തുകൊണ്ട്
അയോധ്യ രാജധാനിയിൽ തന്നെ താമസിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് കൂടി സിംഹാസനാസീനനായിരിക്കുന്നത് കണ്ട ഭക്തശ്രേഷ്ഠനായ വായുപുത്രൻ ഭക്തിപരവശനായി പതുക്കെ അടുത്തു ചെന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു വണങ്ങി അർദ്ധനിമീലിത നേത്രനായി കൂപ്പിത്തൊഴുതുകൊണ്ട് മുൻപിൽ നിന്നു. ഹനുമാന്റെ ഇപ്രകാരമുള്ള ഭക്തിപ്രഭാവത്തെയും ഭഗവാനു വേണ്ടി എന്തും ചെയ്യാനുള്ള സന്നദ്ധതയിൽ തഴച്ചു നിൽക്കുന്ന ത്യാഗത്തെയും കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു. ശ്രീരാമചന്ദ്രൻ ഹനുമാനിൽ തികച്ചും കരുണാപരവശനായി. അതിൻ്റെ ഫലമായി ആഞ്ജനേയന് സത്യമായ ജ്ഞാനം ഉപദേശിക്കാൻ തീർച്ചപ്പെടുത്തി. അത്യന്ത ഭക്തനായ ഈ മാരുതി പരമനിഷ്കളങ്കനാണ്. രാമഭക്തി കൊണ്ട് ഇവന്റെ എല്ലാ ദുരിതങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനപ്രദാനത്തിന് തികച്ചും പാത്രമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടവന് സത്യമായ ജ്ഞാനത്തെ ഉപദേശിക്കൂ. മറ്റൊന്നിലും ഇവൻ ആഗ്രഹവുമില്ല എന്നിങ്ങനെ സീതാദേവിയോട് അരുളി ചെയ്തു ഭഗവാൻ. ഭഗവാന്റെ വാത്സല്യപൂർണമായ ഈ വാക്കുകേട്ട ദേവി ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് രാമതത്വത്തിന്റെ രഹസ്യത്തെ ഉപദേശിക്കാൻ തുടങ്ങി. വത്സ, ഈ രാമചന്ദ്രൻ എല്ലാത്തിനും സാക്ഷിയും കേവലം അകർത്താവും അഭോക്താവുമായ സാക്ഷാൽ പരമാത്മാവാണ്. ഞാൻ അവിടേക്ക് സ്വാധീനമായ മൂലപ്രകൃതിയും. അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു. പരമാത്മാവായ രാമന്റെ സന്നിധാന വിശേഷം കൊണ്ട് എനിക്കെല്ലാത്തിനും ശക്തിയുണ്ടാകുന്നു. എല്ലാത്തിനും കർത്താവാണ് രാമൻ. എല്ലാം രാമനാണ് ചെയ്യുന്നതെന്ന് തോന്നും അജ്ഞന്മാർക്ക്. എന്നാൽ രാമൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാം ഞാനാണ് ചെയ്യുന്നത്. എനിക്കുള്ള ശക്തിയാകട്ടെ രാമന്റെ സാന്നിധ്യം മാത്രമാണ്. എന്നോട് കൂടാതെ രാമൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. രാമനോട് കൂടാതെ എനിക്കും ഒന്നും ചെയ്യാനും ശേഷിയില്ല. അതിനാൽ രാമനോട് കൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഇരിക്കാറില്ല. അജ്ഞന്മാരുടെ ദൃഷ്ടിക്ക് ഞങ്ങൾ വേർപിരിഞ്ഞതായി തോന്നാമെങ്കിലും ഒരിക്കൽ ഞങ്ങൾ പിരിഞ്ഞിരിക്കലില്ല. അയോധ്യയിൽ അവതാരവും വിശ്വാമിത്രന്റെ യാഗരക്ഷയും മാരീച സുബാഹുക്കളെ ശാസിക്കയും അഹല്യയെ ഉദ്ധരിക്കലും മഹേശ്വര ശാപഭഞ്ജനവും സീതാവിവാഹവും ഭാർഗവരാമ വിജയവും സത്യരക്ഷണത്തിനു വേണ്ടിയുള്ള വനയാത്രയും വനവാസവും അനേകം രാക്ഷസന്മാരുടെ വധവും അവസാനം രാവണവധവും അയോധ്യയിലേക്ക് മടങ്ങിവരലും പട്ടാഭിഷേകവും എല്ലാം രാമൻ ചെയ്തതായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ മൂഢലോകം. എന്നാൽ പറയപ്പെട്ട സംഗതികളിൽ ഒന്നുപോലും രാമൻ ചെയ്തിട്ടില്ല. എല്ലാം ഞാനാണ് ചെയ്തത്. ഞാനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രാമനില്ലായിരുന്നുവെങ്കിൽ എന്നെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിനാൽ ഞാനും രാമനും ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നത്. എന്നാലും രാമൻ നിഷ്ക്രിയനും നിരീഹനുമാണ്. അതിനാൽ ഒന്നിനും കർത്താവോ ഭോക്താവോ ആവുന്നില്ല. ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെ. എല്ലാം രാമൻ ചെയ്യുന്നതായി തോന്നും. പക്ഷേ ഒന്നിനും രാമന് കർത്തൃത്വമില്ല. രാമന്റെ സാന്നിധ്യത്തിൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെയും രാമസാന്നിധ്യത്തിൽ ഞാനാണ് നടത്തുന്നത്. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും രാമൻ സാക്ഷി മാത്രമാണ്. ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു. രാമന്റെ വശവർത്തിയായ പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു. ഓരോ ശരീരത്തിൽ കൂടെയും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്. മൂഢനായ ജീവൻ പരമാർത്ഥം അറിയാതെ ഭ്രമിച്ച് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവെന്ന് അഭിമാനിക്കുന്നു. അത് കാരണത്താൽ കർമ്മബദ്ധനായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യനിവർത്തനും സുഖിയുമായി തീരുകയും ചെയ്യുന്നു. വത്സ, ഈ തത്വത്തെ വേണ്ട പോലെ നിരൂപിച്ചറിഞ്ഞ് നിന്നിൽ ആത്മസ്വരൂപിയായി വിളങ്ങുന്ന പരമാത്മാവായ രാമനെ അറിഞ്ഞ് സർവാത്മന ശരണം പ്രാപിച്ച് സംസാരത്തിൽ നിന്ന് നിവൃത്തനും മുക്തനുമാവൂ. ഇതാണ് സീതാദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് കൊടുത്ത ഉപദേശം. ഇതിൽ നിന്ന് ഭക്തി കൊണ്ട് മാത്രമേ ദുരിതം നശിച്ച് അന്തശുദ്ധി വന്ന് ജ്ഞാനത്തിന് അധികാരിയായി തീരൂ എന്നും
പ്രകൃതി പുരുഷ തത്വങ്ങളെയാണ് സീതാരാമന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. ദേവിയുടെ ഉപദേശം കൊണ്ട് കാര്യം മനസ്സിലായെങ്കിലും തികച്ചും ചാരിതാർത്ഥനായിട്ടില്ല മാരുതി എന്ന് മുഖഭാവം കൊണ്ട് വ്യക്തമായിരുന്നു. അതിനാൽ കരുണാമയനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ വാത്സല്യാതിരേകത്താൽ തൊട്ടനുഗ്രഹിച്ച് തൻ്റെ പുരോഭാഗത്തിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി. ഭഗവാൻ ഹനുമാന് കൊടുക്കുന്ന ഈ ദിവ്യമായ ജ്ഞാനോപദേശമാണ് പ്രസിദ്ധമായ രാമഹൃദയം. വേദാന്ത തത്വം മുഴുവൻ ഇതിലൊതുങ്ങിയിട്ടുണ്ട്, എന്നാൽ വളരെ ചുരുക്കിയിട്ടാണെന്ന് മാത്രം. ആകാശത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് തത്വം പ്രകടമാക്കുന്നത്. ആകാശത്തെ നമുക്ക് 3 സ്വരൂപത്തിൽ കാണാം. ഒന്ന് മഹാകാശം തന്നെ, എങ്ങും നിറഞ്ഞും ഒന്നിനോടും ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാത്തിനും ആധാരമായും പരമനിശ്ചലമായിരിക്കുന്നു മഹാകാശം. അതേ മഹാകാശം തന്നെ ഘടാതി പരിമിതോപാധികളിൽ വളരെ ചെറിയ രൂപമായും മഹാകാശത്തിൽ നിന്ന് വേറെയെന്ന് തോന്നത്തക്ക നിലയിലും കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഘടാതി പദാർത്ഥാന്തർഗതമായ അല്പാകാശം മഹാകാശത്തിൽ നിന്ന് വേറെയല്ല. എങ്കിലും ഘടാതി ഉപാധിയെ വെച്ച് നോക്കുമ്പോൾ വേറെയാണെന്ന് തോന്നുകയും ചെയ്യും. മഹാകാശം തന്നെ ജലാതി പ്രതിബിംബന വസ്തുക്കളിൽ പ്രതിബിംബിച്ചും കാണാം. ജലാശയത്തിൽ കാണുന്ന ആകാശം വാസ്തവത്തിൽ ആകാശമല്ല, ആകാശ പ്രതിബിംബമാണ്. എങ്കിലും അവിവേകിയായ ബാലൻ ആകാശമെന്ന് തന്നെ ധരിക്കുന്നു. അപ്പോൾ ഒന്നായിരിക്കുന്ന ആകാശം തന്നെ 3 രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് മഹാകാശവും ഘടാകാശവും ജലാകാശവും. വാസ്തവത്തിൽ മഹാകാശം മാത്രമേ ഉള്ളൂ. അതിന് ഒന്നുകൊണ്ടും എപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നുമില്ല. ഘടവും ജലവുമാകുന്ന ഉപാധികളെ കൊണ്ടാണ് ഘടാകാശവും ജലാകാശവും ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഘടാകാശമെന്ന ഒരു വസ്തുവില്ല. ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ ഘടമുണ്ടാകുന്നതിന് മുൻപും ഘടത്തിന്റെ നാശത്തിനു ശേഷവും ഘടാകാശമില്ല. വർത്തമാനകാലത്ത് ഘടപ്രതീതിയുള്ളപ്പോൾ മാത്രമാണ് ഘടാകാശ പ്രതീതിയും ഉള്ളത്. ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് മഹാകാശമെന്ന പേരുള്ളത്. അവയില്ലെങ്കിൽ ആകാശമെന്ന ഒരു വസ്തു ഒഴിച്ച് മറ്റൊന്നുമില്ലതാനും. ഇതുപോലെ ഏകവും അദ്വിതീയവുമായ പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ല. എങ്കിലും ഉപാധികളുടെ പ്രതീതി കൊണ്ട് ഏകവും അദ്വിതീയവുമായ പ്രസ്തുത പരചൈതന്യം തന്നെ ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഇങ്ങനെ 3ആയി പറയപ്പെട്ടു വരുന്നു. ജീവനും ജഗത്തും ഉള്ളപ്പോൾ മാത്രമാണ് ഈശ്വരൻ എന്ന പേര് നിലനിൽക്കുന്നത്. ജീവജഗത്തുക്കൾ ഇല്ലാതായി തീരുമ്പോൾ അദ്വിതീയമായ പരമചൈതന്യം മാത്രം. ജീവനാകട്ടെ ഘടാകാശം എന്ന പോലെ ഈശ്വരനിൽ നിന്ന് വേറെയല്ല. ശരീരാദി ഉപാധികളെ കൊണ്ടാണ് ജീവത്വം ഉണ്ടായത്. ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതാവുന്നത് പോലെ ഉപാധികൾ ഇല്ലാതാവുമ്പോൾ ജീവനും ഇല്ലാത്തത് തന്നെ. ജീവന്റെ സങ്കല്പങ്ങളാണ് ജഗത്ത്. ലിംഗാദി ഉപാധികൾ ഉള്ളിടത്തോളം കാലം ജീവത്വവും ജീവത്വം ഉള്ളിടത്തോളം കാലം ജഗത്തും അവ രണ്ടും ഉള്ളിടത്തോളം കാലം ഈശ്വരത്വവും നിലനിൽക്കും. ഉപാധികൾ ഇല്ലാതാവുമ്പോൾ പറയപ്പെട്ട 3ഉം ഇല്ലാതാവും. ഏകവും അദ്വിതീയവുമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും. ഉപാധികൾ ഉണ്ടായതും നിലനിൽക്കുന്നതും അജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാന സ്വരൂപങ്ങളായ ജീവേശ്വര ജഗത്തുകളാകുന്ന ത്രിത്വവും അത് ഹേതുവായി നിലനിൽക്കുന്ന സംസാരവും എല്ലാം അടങ്ങി അദ്വിതീയമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും. അത് തന്നെ സത്യം. സത്യത്തിന്റെ നിരന്തര അനുഭൂതിയും അസത്യത്തിന്റെ പ്രതീതിയില്ലായ്മയും തന്നെ ജ്ഞാനം. നിരന്തരം സത്യോപാസനയാകുന്ന വിദ്യയുടെ അഭ്യാസം കൊണ്ട് വന്നു ചേർന്ന സംസാരഭ്രാന്തി നഷ്ടപ്പെട്ട് സ്വരൂപാവസ്ഥയിലെത്താം. അതുതന്നെ ജന്മത്തിന്റെ സാഫല്യവും. ഇതാണ് എല്ലാ വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളുടെയും സാരസർവസ്വമായ രത്നചുരുക്കം. ഇതിനെ അറിഞ്ഞ ഒരാൾക്ക് മറ്റൊന്നും കൂടുതലായി അറിയാനില്ല. ഭക്തി കൊണ്ട് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ തത്വം അറിയാൻ പറ്റൂ. ഭക്തിയില്ലാത്തവർ 1000 ജന്മങ്ങൾ ശാസ്ത്രഗർത്തങ്ങളിൽ മുങ്ങിയിട്ടും കാര്യമില്ല. എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായാലും രാമഭക്തി കൊണ്ട് എല്ലാം നശിച്ച് ശുദ്ധി വന്ന് ജ്ഞാനത്തിനധികാരിയായി തീരും. ജ്ഞാനം കൊണ്ട് ജന്മസാഫല്യവും കൈവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാമത്തെ സർഗം അവസാനിപ്പിക്കുന്നത്. പ്രഥമ സർഗത്തിലെ രാമഹൃദയം എന്ന തത്വശ്രവണം കൊണ്ട് ചാരിതാർത്ഥയും സന്തുഷ്ടയുമായി തീർന്ന
ശ്രീ പാർവതി ദേവി ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെടുകയാണ് ദ്വിതീയ സർഗത്തിൽ ആദ്യം തന്നെ ചെയ്യുന്നത്. ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിക്കാൻ തുടങ്ങി. ഒരിക്കൽ രാക്ഷസന്മാരുടെ ആക്രമണം കൊണ്ടും അധർമാചരണം കൊണ്ടും ഭൂലോകം മുഴുവൻ തപ്തമായപ്പോൾ ഭൂമിദേവി തന്നെ സ്വയം പശുരൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് ആവലാതി പറഞ്ഞു. ബ്രഹ്മദേവൻ പതിവ് പോലെ എല്ലാ ദേവന്മാരോടും ഉപദേവന്മാരോടും ഭൂമിദേവിയോടും കൂടി വൈകുണ്ഠനാഥനായ ശ്രീനാരായണനെ കാണാൻ വേണ്ടി ക്ഷീരസമുദ്രത്തിന്റെ തീരപ്രദേശത്തെത്തി. ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മദേവനും ദേവന്മാർക്കും ദർശനം കൊടുത്തു. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ വണങ്ങി രാവണന്റെ പരാക്രമത്തെയും അത് കാരണത്താൽ ലോകത്തിന് വന്നു ചേർന്ന ആപത്തിനെയും വിസ്തരിച്ചു പറഞ്ഞു. മാത്രമല്ല രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാവില്ലെന്ന് താനൊരു വരം കൊടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു. അതിനാൽ മനുഷ്യനൊഴിച്ച് മറ്റാരും രാവണനെ വധിക്കാൻ വയ്യ. മനുഷ്യനാകട്ടെ സ്വയം ദുർബലനുമാണ്. ദുർബലനായ മനുഷ്യന് അത്യന്ത പ്രബലനായ രാക്ഷസനെ കൊല്ലാൻ സാധ്യമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവന്റെ അനുയായികളായ രാക്ഷസന്മാരെയും കൊന്ന് ജഗത്തിനെ രക്ഷിക്കണം. ഇതാണ് ഒടുവിൽ ബ്രഹ്മദേവൻ തന്റെ അപേക്ഷയായി സമർപ്പിക്കുന്നത്. ബ്രഹ്മാവിന്റെ വാക്കുകളെ മുഴുവൻ സശ്രദ്ധം കേട്ടിരുന്ന ഭഗവാൻ അവസാനം അപേക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു. പണ്ട് കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഒരിക്കൽ തൻ്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അയോധ്യയിൽ ദശരഥൻ എന്ന രാജാവായി ജനിച്ച് ജീവിച്ചു വരുന്നുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായി 4 സ്വരൂപത്തിൽ അവതരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെയും ജഗത്തിൻ്റെ ആവശ്യത്തെയും ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയെയും ഒരേ സമയത്ത് നിറവേറ്റാമെന്നാണ് ഭഗവാന്റെ മറുപടി. ഈ അവതാരത്തിൽ ഭഗവാന്റെ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ജനിച്ച് അവിടുത്തെ വരവിനെ കാത്തിരിക്കുകയും വേണമെന്നും നിർദ്ദേശിച്ച് ഭഗവാൻ അന്തർദാനം ചെയ്തു. ബ്രഹ്മാദി ദേവന്മാർ മടങ്ങിപ്പോരുകയും ചെയ്തു. കോസല രാജ്യങ്ങളിൽ പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയുമായിരുന്നു. ഒരിക്കലും മറ്റുള്ളവരാൽ കയ്യേറപ്പെടാതെ പരമ്പരയായി ഇക്ഷ്വാകു വംശജന്മാരാകുന്ന ബാഹുജന്മാരുടെ ബാഹുബലം കൊണ്ട് പരിരക്ഷിതയും പരിപുഷ്ടയുമായിരുന്നു അയോധ്യ. അവിടെയൊരിക്കൽ ദശരഥൻ എന്ന പ്രസിദ്ധനായൊരു രാജാവ് വാണിരുന്നു. ഒരേ സമയത്ത് 10 തേരിലിരുന്ന് 10 ദിക്കിലേക്കും സഞ്ചരിക്കാനോ യുദ്ധം ചെയ്യാനോ കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് പ്രസിദ്ധമായി തീർന്നത്. കയ്യൂക്ക് കൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗാദി അന്യലോകങ്ങളിൽ പോലും പ്രസിദ്ധനായിരുന്നു. ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന അദ്ദേഹത്തിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരുമുണ്ടായിരുന്നു. ആദ്യം കൗസല്യയെയാണ് പട്ടമഹിഷിയാക്കി വിവാഹം കഴിച്ചത്. അതിൽ സന്താനമില്ലാതെ വന്നതുകൊണ്ടാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത്. അതിലും സന്താനമുണ്ടാവാത്തത് കൊണ്ടാണ് അവസാനമായി വാർദ്ധക്യദശയിൽ കൈകേയിയെ വിവാഹം കഴിച്ചത്. എന്നാലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ലഭിച്ചതുമില്ല. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. രാജാവ് അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് എന്തെങ്കിലും നിവൃത്തിയുണ്ടാക്കി തരാൻ അപേക്ഷിച്ചു. അദ്ദേഹം രാജാവിനെ കൊണ്ടൊരു അശ്വമേധം നടത്തിച്ചു. അതിൻ്റെ മധ്യേ പ്രഭാവശാലിയും മഹാജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനുമായ ഋഷ്യശൃംഗ മഹർഷിയുടെ പൗരോഹിത്യത്തിൽ ഒരു പുത്രകാമേഷ്ടിയും നടത്തിച്ചു. അഗ്നികുണ്ഡത്തിൽ നിന്ന് ലഭിച്ച പായസത്തിന്റെ ഭുക്തി കൊണ്ട് അധികം താമസിയാതെ രാജ്ഞിമാർ 3 ഗർഭിണികളായി. കൗസല്യാദി ദേവിമാരുടെ ഗർഭം ക്രമേണ വളർന്ന് പരിപക്വാവസ്ഥയെ പ്രാപിച്ചു. മേടമാസത്തിൽ പുണർദ നക്ഷത്രവും നവമി തിഥിയും കൂടിച്ചേർന്ന പുണ്യ ദിവസത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ, അതായത് മേടത്തിൽ ആദിത്യനും ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും, തുലാത്തിൽ ശനിയും, മകരത്തിൽ ചൊവ്വയും, മീനത്തിൽ ശുക്രനും നിൽക്കുമ്പോൾ കർക്കിടക രാശി ലഗ്നമായി ഭഗവാൻ ശ്രീനാരായണൻ
സ്വയമേവ കൗസല്യാദേവിയിൽ കൂടി അവതാരം ചെയ്തു. അവതരിച്ച ഉടനെ തന്നെ ദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തിൽ സൂതിഗ്രഹത്തിൽ വെച്ച് തന്നെ അമ്മയായ കൗസല്യാദേവിക്ക് ദർശനം കൊടുത്തു. ദിവ്യമായ ഭഗവത് ദർശനം കൊണ്ട് ചാരിതാർത്ഥയും അത്യന്ത സന്തുഷ്ടയുമായ ദേവി വർദ്ധിച്ചു വന്ന ഭക്തിയാൽ ആവിഷ്ടയായി ധാരയായി ഒഴുകുന്ന കണ്ണുനീരോടും പൊട്ടിത്തെറിച്ച ശരീരത്തോടും കൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പി തൊഴുതുകൊണ്ട് ഗൽഗതങ്ങളായ വാക്കുകളാൽ വാഴ്ത്തി സ്തുതിച്ചു. അമ്മയുടെ മാതൃവാത്സല്യ നിർവിശേഷവും എന്നാൽ ഭക്തിപരവശവുമായ സ്തുതിവാക്യങ്ങളെ കേട്ട് സന്തുഷ്ടനായി ദേവിയെ അനുഗ്രഹിച്ചു. അനന്തരം അമ്മയുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് തന്നെ ദിവ്യസ്വരൂപത്തെ മറച്ച് ചെറിയ മനുഷ്യ ശിശുവായി പ്രസവശയ്യയിൽ കിടന്നു. അധർമ്മം വർദ്ധിച്ച ഈ അവസരത്തിൽ അധർമ്മികളായ രാക്ഷസന്മാരെ കൊന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് തൻ്റെ പുത്രത്വേന അവതരിച്ചിരിക്കുന്നതെന്നറിഞ്ഞ കൗസല്യാദേവിക്ക് സന്തോഷഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനുള്ളിൽ ദേവിയുടെ പ്രസവ വാർത്ത അരമനയിൽ മുഴുവൻ അറിയപ്പെട്ടു. മഹാരാജാവ് സന്തോഷാതിരേകത്താൽ മതിമറന്നു. ജാതക കർമാദി പ്രഥമ കൃത്യങ്ങളെ നിർവഹിച്ച ശേഷം ഉണ്ണിയുടെ ശ്രേയസിനും ദീർഘായുസിനും വേണ്ടി പലരെ കൊണ്ടും പല സൽക്കർമ്മങ്ങളും ചെയ്യിക്കുകയും പലർക്കും പലതും ദാനം ചെയ്യുകയും ചെയ്തു. അനന്തരം കൈകേയിയും സുകുമാരനായൊരു കുമാരനെ പ്രസവിച്ചു. പിന്നെ സുമിത്രാദേവി കോമളന്മാരായ 2 രാജകുമാരന്മാരെയും പ്രസവിച്ചു. രാജാവും അരമനയിലുള്ള മറ്റു ജനങ്ങളും എന്ന് വേണ്ട പുരവാസി ജനങ്ങളൊട്ടാകെ തന്നെയും സന്തോഷ സമുദ്രത്തിൽ ആറാടി എന്ന് പറയണം. ഒരു പുത്രന്റെ മുഖം കാണാൻ കൊതിച്ച് സാധിക്കാതെ നിരാശനായി വളരെ കാലം ദുഃഖാർത്തനായി കഴിഞ്ഞുകൂടിയ മഹാരാജാവിന് 4 പുത്രന്മാരെ ഒന്നിച്ച് ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷാതിരേകം വർണ്ണിക്കാൻ വയ്യാത്ത തോതിലായിരുന്നു. മാതാപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കണ്ണിലുണ്ണിയായി വളരുന്ന രാജകുമാരന്മാർ അവരുടെ ബാലസഹജങ്ങളായ ലീലാവിശേഷങ്ങളെ കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കാനും രമിപ്പിക്കാനും തുടങ്ങി. വാത്സല്യാതിരേകത്താൽ പിതാവ് അവരുടെ ക്ഷേമാഭിവൃദ്ധിക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു വന്നു. ക്രമേണ വളർന്നു വരുന്ന കുമാരന്മാർക്ക് ഉപനയനത്തിന്റെ പ്രായമായി. കുലഗുരുവും പരമജ്ഞാനിയുമായ വസിഷ്ഠ മഹർഷി തന്നെ തക്ക സമയത്ത് ഉപനയനം കഴിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചു വന്നു. കാലം കൊണ്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് അത്യന്താപേക്ഷിതമായ ധനുർവേദവും പഠിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസാനന്തരം സമാവർത്തനവും കഴിച്ച് ബ്രഹ്മചര്യ ദീക്ഷയെ അവസാനിപ്പിച്ചു. അനന്തരം തീർത്ഥാടനവും ദേശസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങി അരമനയിൽ തന്നെ രാജകുമാരന്മാർ സുഖസമാധാനങ്ങളോടെ താമസിച്ചു വന്നു. ക്രമേണ യൗവനം വന്നെടുത്തു. 4 കുമാരന്മാർക്കും വിവാഹോചിത പ്രായമായി. താമസിയാതെ അതും കൂടി നിർവഹിക്കണമെന്ന് മഹാരാജാവ് തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം പ്രഭാവശാലിയായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടുകൂടി അരമനയിലേക്ക് കയറി വന്നു. തപശക്തി കൊണ്ട് അത്യന്തം പ്രഭാവശാലിയും തേജസ്വിയുമായ വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടും പരിഭ്രമത്തോടും കൂടി വരുന്നതിനെ കണ്ട് അരമനയിലെ രാജഭൃത്യന്മാർ ആശങ്കയോടെ ഓടിച്ചെന്ന് മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു. വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പനയായി. ദശരഥൻ തൻ്റെ പരിവാരജനങ്ങളോടുകൂടി മഹർഷിയെ വേണ്ട പോലെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഉചിതമാം വണ്ണം പൂജിച്ച് സൽക്കരിച്ചു. രാജാവിൻ്റെ ഭക്തിബഹുമാന നിർഭരമായ പൂജ്യാദ്യുപചാരം കൊണ്ട് മഹാത്മാവായ വിശ്വാമിത്രനും ഋഷിയുടെ മനമലിഞ്ഞ ആശംസകളെ കൊണ്ട് ദശരഥനും ചാരിതാർത്ഥന്മാരായി. അന്യോന്യം കുശല പ്രശ്നം ചെയ്തു. അനന്തരം താൻ എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടതെന്നും വന്ന കാര്യം എന്താണെന്നും അറിയിക്കാൻ അപേക്ഷിച്ചു മഹാരാജാവ്. അതിന് മറുപടി പറയാൻ തുടങ്ങി വിശ്വാമിത്രൻ. രാജൻ, ഞങ്ങൾ വാവുതോറും നടത്തിവരുന്ന ഒരു യജ്ഞമുണ്ട്. പല പ്രകാരത്തിൽ അത് രാക്ഷസന്മാരാൽ മുടക്കപ്പെട്ടു വരുന്നു. നീചങ്ങളായ പ്രവർത്തികളെ കൊണ്ട് അവർ പലപ്പോഴും ഞങ്ങളുടെ യജ്ഞകർമ്മത്തെ ദുഷിപ്പിക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും ആ ദുഷ്ടന്മാരുടെ ബാധ കൂടാതെ യജ്ഞം മംഗളകരമായി നിറവേറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് പൗരുഷശാലിയും ആയുധപ്രയോഗത്തിലും ശത്രു സംഹാരത്തിലും സമർത്ഥനുമായ ഒരു യോദ്ധാവിൻ്റെ സേവനം അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാരിൽ ജ്യേഷ്ഠ സഹോദരനായ രാമൻ ഈ ആവശ്യത്തിന്
തികച്ചും പറ്റിയ ഒരു യോദ്ധാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ രാമനെ ലക്ഷ്മണനോടുകൂടി എൻ്റെ ഒരുമിച്ച് പറഞ്ഞയക്കണം. രാക്ഷസന്മാരുടെ ഉപദ്രവമേൽക്കാനിടവരാതെ യജ്ഞത്തെ കാത്തുരക്ഷിച്ച് യജ്ഞം കഴിഞ്ഞാൽ ഇവിടെ തന്നെ മടക്കി കൊണ്ടുവന്ന് തരികയും ചെയ്യാം. പുത്രലാലസനായ അങ്ങേക്ക് ഒരുപക്ഷെ അല്പദിവസത്തെ പുത്രവിരഹം ഒരസഹ്യമായ ശല്യമായി തോന്നാമെങ്കിൽ കൂടി അത് മഹത്തായ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടിയാണെന്നോർത്ത് സഹിക്കണം. ഇത്രയും അങ്ങ് ചെയ്തു തരുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇതിൽ നിന്നന്യമായ മറ്റ് യാതൊരു സേവനവും ഞാൻ അങ്ങയിൽ നിന്ന് കാക്ഷിക്കുന്നില്ല. ഇപ്രകാരമുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് രാജാവിനെ സ്തബ്ധനാക്കി. എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. മഹാത്മാവും വീരശാലിയുമായ വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാനോ പ്രവർത്തിക്കാനോ വയ്യ. എന്നാൽ രാമനെ തൽക്കാലം അദ്ദേഹത്തോടൊരുമിച്ച് പറഞ്ഞയക്കുകയെന്നതും സാധ്യമല്ല. വളരെ കാലമായി ആഗ്രഹിച്ചു കിട്ടിയ പുത്രനെ ഈ ഇളം പ്രായത്തിൽ തന്നെ ക്രൂരന്മാരും കുടിലന്മാരും മഹാശക്തന്മാരുമായ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് അയക്കുകയെന്നതും വിചാരിക്കാൻ പോലും വയ്യാത്ത പ്രവൃത്തിയാണ്. എന്തു പറയണമെന്നറിയാതെ രാജാവ് വിഷണ്ണനായി. വളരെ നേരം ആലോചിച്ചു. അവസാനം ധൈര്യം അവലംബിച്ചുകൊണ്ട് അദ്ദേഹം അറിയിച്ചു, മഹാത്മാവും സർവജ്ഞനുമായ മഹർഷേ, അങ്ങേക്ക് അറിയാത്തതെന്തുണ്ട്? അങ്ങയുടെ തപശക്തിക്കും വീര്യത്തിനും കഴിയാത്തതായും ഒന്നുമില്ല. അങ്ങയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാൻ ആർക്കാണ് ഈ ലോകത്തിൽ ശേഷിയുള്ളത്? എന്നാലും അങ്ങ് കാരുണ്യം കൊണ്ട് ഈ അഗതിയെ അനുഗ്രഹിക്കണം. ഒരു പുത്രമുഖം കാണാൻ വളരെ കാലമായി കൊതിച്ചിപ്പോഴാണ് സാധിച്ചത്. ഇപ്പോൾ 4 പുത്രന്മാർ എനിക്കുണ്ടെങ്കിലും ജ്യേഷ്ഠപുത്രനായ രാമൻ എൻ്റെ പ്രാണൻ തന്നെയാണെന്ന് പറയണം. രാമനെ പിരിഞ്ഞ് ജീവിക്കാൻ പോലും ഞാൻ ശക്തനല്ല. കൂടാതെ രാമൻ ഇപ്പോഴും പൂർണ്ണ യൗവനത്തിലെത്തിയിട്ടില്ലാത്ത ഒരു ബാലൻ മാത്രമാണ്. പോർക്കളം അവൻ കണ്ടിട്ട് കൂടിയില്ല. ക്രൂരന്മാരും ശക്തന്മാരും മായാവികളുമായ രാക്ഷസന്മാരുടെ മധ്യത്തിലേക്ക് രാമനെ അയക്കുക എന്നത് ഒട്ടും തന്നെ ഹൃദ്യമായൊരു സംഗതിയായി തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങ് അനുവദിക്കുന്ന പക്ഷം ഞാൻ തന്നെ എൻ്റെ വമ്പിച്ച സൈന്യബലത്തോടും ആയുധബലത്തോടും കൂടി വന്ന് കാവൽ നിന്ന് യജ്ഞത്തെ രക്ഷിക്കാൻ ശ്രമിക്കാം. ഏതായാലും രാമനെ അയക്കുക എന്നത് വിചാരിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ്. ഈ വിഷയത്തിൽ അവിടുന്ന് കനിഞ്ഞ് അഗതിയായ ഇവനെ രക്ഷിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് വീര്യം വർദ്ധിക്കുന്നത്. അക്കാലത്ത് അവരെ എതിർക്കാനോ ജയിക്കാനോ ആർക്കും സാധ്യമല്ല. ആ നിലയ്ക്ക് ഇപ്പോൾ രാക്ഷസ ചക്രവർത്തിയായ രാവണന് വീര്യം വർദ്ധിച്ച സമയമാണ്. അവനോ അവൻ്റെ സഹചരന്മാരോ ആണ് യജ്ഞത്തിന് വിഘ്നത്തെ ചെയ്യുന്നതെങ്കിൽ അവരെ ജയിക്കാൻ ആരെക്കൊണ്ടും ഇപ്പോൾ സാധ്യമല്ല. അതിനാൽ ആ ഉപദ്രവം പൊറുക്കുകയേ നിവർത്തിയുള്ളൂ. ഇത്രത്തോളം ദശരഥൻ പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രന്റെ ക്രോധാഗ്നി ആളിക്കത്തി തുടങ്ങി. എന്തു ചോദിച്ചാലും തരാമെന്നുള്ള ആദ്യത്തെ പ്രതിജ്ഞയും ആവശ്യത്തെ അറിയിച്ചപ്പോഴുള്ള വൈമനസ്യവും വിശ്വാമിത്രനെ അരിശം കൊള്ളിച്ചു. ക്രോധാഗ്നി കൊണ്ട് ദീപ്തനായ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാതായി. തീപ്പൊരി ചിതറുമാറുള്ള കണ്ണുകളെ കൊണ്ട് രാജാവിനെ പൗരുഷമാവണ്ണം നോക്കി. പ്രതിജ്ഞാഭംഗം കൊണ്ട് സന്തുഷ്ടനായ മഹാരാജാവേ, അങ്ങ് പുത്രന്മാരോടുകൂടി സുഖമായിരിക്കൂ. ഞാൻ പോയി വരട്ടെ എന്നിങ്ങനെ യാത്രയും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ സൂര്യവംശത്തിന്റെ കുലഗുരുവും ബ്രഹ്മദേവന്റെ മാനസപുത്രനുമായ വസിഷ്ഠ മഹർഷി രാജാവിനും അദ്ദേഹത്തിന്റെ വംശത്തിനും വരാനിടയുള്ള ആപത്തിനെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വിശ്വാമിത്രനെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ദശരഥ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എന്താണ് പറഞ്ഞത്? ഈ ഋഷിപുങ്കവന്റെ തപോവൈഭവത്തെ അങ്ങ് അറിഞ്ഞിട്ടില്ലേ? അങ്ങയുടെ രാമനെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് പ്രാപ്തിയില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? രാക്ഷസന്മാരെ ഓടിക്കാൻ പോലും അദ്ദേഹത്തിന് പ്രാപ്തിയില്ലാഞ്ഞിട്ടാണോ അങ്ങയെ സമീപിച്ചത്? അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സങ്കല്പം കൊണ്ട് തന്നെ എത്രയോ ആയിരം രാക്ഷസന്മാർ ദഹിച്ച് വെണ്ണീറായി തീരുമെന്നിരിക്കെ രാക്ഷസ നിഗ്രഹത്തിന് അങ്ങയുടെ സഹായം അദ്ദേഹത്തിന് എന്തിനാണ്? എങ്കിലും അങ്ങയുടെ ധർമ്മം അങ്ങയെ കൊണ്ട് നിറവേറ്റിച്ച് അങ്ങയെ കൃതാർത്ഥനാക്കാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ കാരുണ്യം മാത്രമാണ്. അത് കാണാൻ അങ്ങയ്ക്ക് കണ്ണുണ്ടായില്ല. മഹാത്മാവായ അദ്ദേഹത്തോട് എന്തു വേണമെങ്കിലും തരാമെന്ന് ആദ്യത്തിൽ പ്രതിജ്ഞയും ചെയ്ത് ആവശ്യമറിയിച്ചപ്പോൾ സാധ്യമല്ലെന്ന് പറയുന്നത് എത്ര നീചമാണ്.
പിന്നെ മറ്റൊരു കാര്യം, രാമൻ അങ്ങ് വിചാരിക്കും പോലെ കേവലം ഒരു മനുഷ്യക്കുട്ടിയോ അങ്ങയുടെ പുത്രനോ മാത്രമല്ല. രാവണാദി ദുഷ്ടരാക്ഷസന്മാരെ കൊന്ന് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച സാക്ഷാൽ ശ്രീനാരായണനാണ്. അതിനാൽ രാമന് ആരിൽ നിന്നും യാതൊരാപത്തും വരാൻ പോകുന്നില്ല. മാത്രമല്ല, രാമനിൽ നിന്ന് അങ്ങ് പോലും ഭയപ്പെടുന്ന രാവണാദി ദുഷ്ടന്മാർക്ക് ആപത്തുണ്ടാവാതിരിക്കാനും വയ്യ. ഈ സംഗതികളൊന്നും അങ്ങേക്ക് അറിഞ്ഞുകൂടാ. അതാണങ്ങ് രാമനെ അയക്കാൻ വിസമ്മതിച്ചത്. കൂടാതെ വിഷ്ണു ഭഗവാന്റെ യോഗമായ ശക്തിയായ ലക്ഷ്മി ദേവിയും അവിടുത്തെ അവതാരകാര്യ നിർവഹണത്തിൽ സഹായിക്കാനായി വിദേഹ രാജധാനിയിൽ സീത എന്ന പേരോടുകൂടി അവതരിച്ചിട്ടുണ്ട്. അവരെ അന്യോന്യം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാം അറിയുന്ന വിശ്വാമിത്ര മഹർഷി അങ്ങയുടെ അടുക്കെ വന്ന് രാമനെ യാചിച്ചത് തന്നെ. അല്ലാതെ അങ്ങയുടെ രാമനെ കൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. രാമലക്ഷ്മണന്മാരെ ഇദ്ദേഹത്തിൻ്റെ കൂടെ അയക്കുന്നതുകൊണ്ട് അങ്ങേക്ക് അനശ്വരമായ യശസ്സും ദിവ്യമായ ശ്രേയസ്സുമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ വെറുതെ വിഡ്ഢിത്തം പ്രവർത്തിച്ച് പിന്നീട് പശ്ചാത്താപത്തിനിടവരുത്തേണ്ട. എന്നിങ്ങനെയുള്ള വസിഷ്ഠന്റെ വാക്കുകളെ കേട്ട് ദശരഥൻ സന്തുഷ്ടനായി വേഗത്തിൽ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി രാജസഭയിൽ പ്രവേശിച്ച ഈ സന്ദർഭത്തിലാണ് വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം വസിഷ്ഠ മഹർഷി ശ്രീരാമന് ജ്ഞാനോപദേശം ചെയ്യുന്നത്. അതിനെയാണ് പ്രസിദ്ധമായ യോഗവാസിഷ്ഠ പ്രകരണമെന്ന് പറഞ്ഞു വരുന്നത്. ഉപദേശാനന്തരം ഉത്ബുദ്ധനായ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനാകുന്ന സഹോദരനോടുകൂടി ദശരഥൻ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു. വിശ്വാമിത്രൻ അവരെയും കൂട്ടി തൻ്റെ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടുകൂടി അയോധ്യയിൽ നിന്നും പുറപ്പെട്ട് നഗരവും നാടും കടന്ന് കാട്ടിലെത്തിയ ഉടനെ അവർക്ക് ബലയും അബലയുമാകുന്ന 2 മഹാമന്ത്രങ്ങളെ ഉപദേശിക്കുകയാണ് ആദ്യം ചെയ്തത്. പ്രസ്തുത മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് അവർ വിശപ്പും ദാഹവുമാകുന്ന ശരീരധർമ്മപീഡയിൽ നിന്നും മുക്തരായി. പിന്നെയും മുന്നോട്ടു പോയപ്പോൾ താടക എന്ന ഭയങ്കര രാക്ഷസി താമസിക്കുന്ന ഘോരവനത്തിലെത്തി. താടകയെ ഭയന്ന് ആരും ആ വഴിക്ക് പോവുക പതിവില്ല. അങ്ങനെയുള്ള ഭയങ്കര രാക്ഷസിയുടെ പുരോഭാഗത്താണ് മൃത്യുവക്ത്രത്തിലെന്ന പോലെ അവർ എത്തിച്ചേർന്നത്. വിശ്വാമിത്രൻ താടകയുടെ ഭയാനകതയെയും അവൾ ലോകത്തിന് ചെയ്യുന്ന അപഹാരത്തെയും ശ്രീരാമന് വേണ്ട പോലെ പറഞ്ഞുകൊടുത്തു. അതിനാൽ അവളെ കൊല്ലണമെന്നും അതിനേറ്റവും പറ്റിയ സന്ദർഭം ഇപ്പോൾ തന്നെയാണെന്നും കൂടി ഉപദേശിച്ചു. അത് കേൾക്കേണ്ട താമസം പൗരുഷശാലിയായ ശ്രീരാമൻ തൻ്റെ വില്ലിൽ ഞാണുകയറ്റി ഞാണൊന്ന് വലിച്ചുവിട്ടു. ചെറു ഞാണൊലി ശബ്ദം ആ ഭയങ്കര വനത്തെ മുഴുവൻ ശബ്ദായമാനമാക്കി. ഭയങ്കരമായ ഇടിവെട്ടും പോലെ ആ കാട്ടിൽ മുഴുവൻ മുഴങ്ങിയ ഞാണൊലി വനാന്തർഭാഗത്ത് ഗാഠനിദ്രയിൽ ആണ്ടുകിടന്നിരുന്ന താടകയുടെ കർണദ്വാരങ്ങളെ തുളച്ചു കയറി ഞെട്ടിത്തെറിപ്പിച്ചു. ഭയാവേശത്തോടു കൂടും വണ്ണം ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ ഭയങ്കരിയായ താടക ആ കാട് മുഴുവൻ മാറ്റൊലി കൊള്ളുമാറ് ഉച്ചണ്ടമാകും വണ്ണം അട്ടഹസിച്ചുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു ചെന്നു. അസ്ഥിമാലകളെ കൊണ്ടും ആന്ധ്രമാലകളെ കൊണ്ടും അലങ്കരിച്ച പർവ്വതാകാരമായ ബീഭത്സ ശരീരവും നെരിപ്പോടുകൾ പോലെ ഉരുട്ടിമിഴിച്ച വട്ടക്കണ്ണുകളും കരാളങ്ങളായ ദംഷ്ട്രകളും കരിമ്പന പോലുള്ള കരചരണങ്ങളും കൂടി ചേർന്ന ആ ഭയങ്കര സത്വം രാജകുമാരന്മാരുടെയും ഋഷിയുടെയും പുരോഭാഗത്തെത്തി. ഭയാനകമായ അട്ടഹാസം കൊണ്ടും ബീഭത്സമായ കാഴ്ച കൊണ്ടും ആരെയും ഭയപ്പെടുത്തുന്ന ആ രാക്ഷസിയെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയവർക്ക് അറപ്പും വെറുപ്പുമാണുണ്ടായത്. ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തീക്ഷ്ണമായൊരു ബാണമെടുത്ത് വില്ലിൽ തൊടുത്ത് താടകയുടെ വിശാലമായ മാർവിടത്തെ ലക്ഷ്യമാക്കി മന്ത്രിച്ചയച്ചു. രാമലക്ഷ്മണന്മാരെ വിഴുങ്ങത്തക്ക നിലയിൽ വായ് പിളർന്നു വരുന്ന ആ ഘോരരാക്ഷസി അടുത്തെത്തുന്നതിന് മുൻപ് ശ്രീരാമചന്ദ്രന്റെ അതിതീക്ഷ്ണമായ ശരം മാറിൽ തറച്ച് കാറ്റടിച്ച പർവ്വതമെന്ന പോലെ മറഞ്ഞു വീണു. ഉച്ചാണ്ടഹാസത്തോടെ മറഞ്ഞു വീണ ആ ബീഭത്സ സത്വത്തിന്റെ മാറിൽ നിന്ന് നദിയെന്ന പോലെ രക്തം പ്രവഹിച്ചു. അതിനെ പിന്നിട്ട് ഋഷിയും രാജകുമാരന്മാരും മുന്നോട്ട് നടന്നു. ദിവസങ്ങളെ പിന്നിട്ട് അവർ വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി. മഹർഷി യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അതറിഞ്ഞ് രാക്ഷസന്മാരും അവിടെ തയ്യാറായി.
മഹർഷി എപ്പോൾ യാഗം ആരംഭിക്കുന്നെന്ന് നോക്കി നിന്ന ഒരു സംഘം രാക്ഷസന്മാർ അവിടെ ചുറ്റിത്തിരിഞ്ഞു നടന്നിരുന്നു. ഏതു സമയത്തും അവരിൽ പ്രമാണിമാരായിരുന്നു താടക സോദരന്മാരായ മാരീചനും സുബാഹുവും. ശ്രീരാമൻ താടകയെ കൊന്നുവെന്നും വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നും കൂടി കേട്ടപ്പോൾ അവരുടെ ക്രോധം ഒന്നുകൂടി വർദ്ധിച്ചു. ഏതായാലും രാമചന്ദ്രനോട് ഏറ്റുമുട്ടണമെന്ന് തന്നെ അവർ തീർച്ചപ്പെടുത്തി. അതിന് തക്ക നിലയിൽ തയ്യാറെടുത്ത് ഒരുങ്ങി നിന്നു. ക്രമേണ മുഹൂർത്ത സമയമായപ്പോൾ യാഗം ആരംഭിച്ചു. യാഗം തുടങ്ങിയപ്പോൾ രാക്ഷസന്മാർ ആകാശത്ത് നിന്നും രക്തം, മത്സ്യം, മാംസം തുടങ്ങിയവ വർഷിക്കാനും തുടങ്ങി. ശ്രീരാമൻ വേഗത്തിൽ കൂർത്തുമൂർത്ത ഒരു ശരമെടുത്ത് സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു. അതുകൊണ്ട് ആ രാക്ഷസൻ ചത്തുവീണു. രാക്ഷസന്മാർ ആകപ്പാടെ ഭയപ്പെട്ടു. ചിലർ ഓടാൻ തുടങ്ങി. മറ്റു ചിലർ പരിഭ്രമിച്ച് അങ്ങെങ്ങ് മാറി നിന്നു. താമസമുണ്ടായില്ല. ശ്രീരാമചന്ദ്രൻ രണ്ടാമതും ഒരു ശരമെടുത്ത് മാരീചനെ ലക്ഷ്യമാക്കി അയച്ചു. തനിക്ക് അഭിമുഖമായി വരുന്ന അഗ്നിജ്വാല പോലുള്ള രാമശരത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാരീചൻ പലതും ചെയ്തു നോക്കി. എന്തു ചെയ്തിട്ടും രാമബാണം തന്നെ വിട്ട് പോകുന്നില്ലെന്ന് കണ്ട് ഭയാക്രാന്തനായി ഓടാൻ തുടങ്ങി. മുന്നിൽ മാരീചനും പിന്നാലെ ശരവുമായി ഓടി ഓടി അവസാനം സമുദ്രത്തിൽ ചെന്ന് വീണു. അഗാധ ജലപ്പരപ്പിന്റെ അടിത്തട്ടിൽ പോയൊളിച്ചു മാരീചൻ. പുറത്തേക്ക് പൊന്തിയാൽ കൊല്ലത്തക്ക നിലയിൽ ബാണം വെള്ളത്തിനു മുകളിൽ കാവലുമായി. അങ്ങനെ കുറെ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞു. അതിനിടയ്ക്ക് മഹർഷിയുടെ യാഗവും നിർവിഘ്നമായി നിറവേറി. അതോടെ രാമബാണം മടങ്ങി ആവനാഴിയിൽ വന്ന് വീഴുകയും ചെയ്തു. പ്രാണഭയം കൊണ്ട് ആർത്തനായ മാരീചൻ സമുദ്രത്തിൽ നിന്ന് ഏതോ ഒരു മൂലയിൽ പതുക്കെ പൊന്തി ഭയാക്രാന്തനായി ഓടി എവിടെയോ കാട്ടിൽ പോയി ഒളിക്കുകയും ചെയ്തു. വിശ്വാമിത്രൻ തന്റെ യാഗം നിർവിഘ്നം നിറവേറിയെന്ന കാരണത്താൽ അത്യന്ത സന്തുഷ്ടനായി. രാമഭദ്രന്റെ പ്രഭാവത്തെയും പൗരുഷത്തെയും വാഴ്ത്തി. അനന്തരം പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെയും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. ഏതാനും ദിവസങ്ങൾ സൽക്കഥകളെയും പറഞ്ഞ് രസിച്ചുകൊണ്ടവർ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അനന്തരം അവർ മൂന്നാളും കൂടി വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു. അവിടെ ജനകപുത്രിയായ സീതാദേവിയുടെ വിവാഹവും അതിനോടനുബന്ധിച്ച മഹേശ്വര ശാപ ഭഞ്ജനവും നടക്കാൻ പോകുന്നുണ്ടെന്നും അത് രസകരമായൊരു കാഴ്ചയാണെന്നും വിശ്വാമിത്രൻ രാജപുത്രന്മാരെ ധരിപ്പിച്ചു. കേട്ടപ്പോൾ അവർക്കും അത് കാണാൻ കൗതുകം ജനിച്ചു. അന്ന് തന്നെ അവർ മൂന്നാളും കൂടി മിഥില രാജ്യത്തേക്ക് യാത്രയുമായി. കാട്ടിൽ കൂടി പല സ്ഥലങ്ങളെയും പിന്നിട്ടുകൊണ്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ജന്തുശൂന്യവും എന്നാൽ ദിവ്യവും പ്രസിദ്ധവുമായ ഗൗതമാശ്രമത്തിലെത്തി. എല്ലാം കൊണ്ടും അത്യന്ത ആകർഷകവും ദിവ്യവുമായ ആ പുണ്യാശ്രമം ജന്തുശൂന്യമായി കണ്ട് ആശ്ചര്യപ്പെട്ട ശ്രീരാമചന്ദ്രൻ ഋഷിയോട് അതിന്റെ വൃത്താന്തത്തെ ചോദിച്ചു. വിശ്വാമിത്രൻ പണ്ട് ഗൗതമനും പത്നിയായ അഹല്യയും അവിടെ തപോനിഷ്ഠരായി കഴിഞ്ഞിരുന്ന വർത്തമാനത്തെയും അഹല്യയുടെ സൗഭാഗ്യവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ കപടമായി ഗൗതമവേഷം കെട്ടി അഹല്യയെ പ്രാപിച്ചതും ആ അനാചാരത്തെ തന്റെ ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞ ഗൗതമൻ അഹല്യയെ കല്ലായി തീരാൻ ശപിച്ചതും മറ്റുമാകുന്ന കഥയെ അവർക്ക് വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. അനന്തരം കല്ലായി നിൽക്കുന്ന അഹല്യയെയും കാണിച്ചു കൊടുത്തു. ശ്രീരാമന്റെ പാദസ്പർശമുണ്ടാവുമ്പോൾ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്നാണ് ഗൗതമൻ ശാപമോചനമായി കൊടുത്ത അനുഗ്രഹമെന്നും ഋഷി പറഞ്ഞുകൊടുത്തു. അതിനാൽ രാമചന്ദ്രൻ പാദം കൊണ്ട് ശിലയെ സ്പർശിച്ചാൽ ശില അഹല്യാദേവിയായി തീരുമെന്നും അങ്ങനെ ചെയ്യണമെന്നും കൂടി ഋഷി നിർദ്ദേശിച്ചു. ശ്രീരാമപാദ സ്പർശനമേറ്റതോടെ അഹല്യ ശിലാരൂപത്തെ വിട്ട് ആദ്യത്തെ പോലെ തന്നെ അഹല്യാദേവിയായി. സന്തോഷത്താലും ചാരിതാർത്ഥ്യത്താലും മതിമറന്ന് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച് ഭക്തിവിവശയായി വാഴ്ത്തി സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ അഹല്യാദേവിയെ അനുഗ്രഹിച്ചു. ദേവി ഗൗതമ സന്നിധിയിലേക്ക് യാത്രയുമായി. വീണ്ടും അവർ മുന്നോട്ട് നടന്ന് ഗംഗയെ കണ്ടു. ക്രമേണ മിഥില രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി പട്ടണത്തിൽ പ്രവേശിച്ച് ചുറ്റി നടന്ന് രാജധാനിയുടെ പുരോഭാഗത്തെത്തി. അപ്പോഴാണ് ജനകരാജാവ് വിശ്വാമിത്ര മഹർഷി തേജസ്വികളായ ഏതോ 2 രാജകുമാരന്മാരോട് കൂടി വന്നിരിക്കുന്നുവെന്ന വർത്തമാനം അറിഞ്ഞത്. ഉടനെ തന്നെ മഹാരാജാവ് തന്റെ പുരോഹിതനായ ശതാനന്ദനോടും മംഗളപദാർത്ഥങ്ങളോടും കൂടി വന്ന് മഹർഷിയെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. ജനകൻ അവരെ വിധിയാവണ്ണം പൂജിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അനന്തരം അന്യോന്യം കുശലപ്രശ്നം ചെയ്തു. രാമലക്ഷ്മണന്മാരെ ജനകരാജാവിന് പരിചയപ്പെടുത്തുകയും ചെയ്തു.
ശ്രീരാമചന്ദ്രന്റെ ആകൃതിയും പ്രകൃതിയും ജനക മഹാരാജാവിനെ വളരെ ആകർഷിച്ചു. രാമൻ വില്ലെടുത്ത് കുലച്ച് മുറിക്കുകയാണെങ്കിൽ തന്റെ പുത്രിയായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷേ രാമൻ അത് സാധിക്കുമോ എന്നൊക്കെ സംശയിച്ചു ജനകരാജാവ്. ഏതായാലും തന്റെ അഭിപ്രായം വെളിവാക്കുക തന്നെയെന്ന് കരുതി വിശ്വാമിത്ര മഹർഷിയോട് സംഗതികളൊക്കെ പറഞ്ഞു. ജനകന്റെ അഭിപ്രായം കേട്ടപ്പോൾ വിശ്വാമിത്രനും വളരെ സന്തോഷമായി. അദ്ദേഹം ശ്രീരാമനെ കൊണ്ട് സീതാവിവാഹം നടത്തിക്കാൻ കരുതിക്കൂട്ടി തന്നെ വന്നിരിക്കുകയാണ്. പക്ഷെ അത് മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്ന് മാത്രം. താൻ ജനകരാജാവിനോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തുഷ്ടനായി. ജനകരാജാവിന്റെ അഭിപ്രായം കേട്ടയുടനെ അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ വേഗത്തിൽ ശ്രീരാമന് വില്ല് കാണിച്ചു കൊടുക്കാൻ മാത്രം പറഞ്ഞു. രാജാവിനും വളരെ സന്തോഷമായി. മന്ത്രിയെ വിളിച്ചു വില്ലടിപ്പിച്ചു കൊണ്ടുവരാൻ കൽപ്പനയായി. അനവധി ഭടന്മാർ കൂടി താങ്ങിപ്പിടിച്ച് വില്ല് രാജസഭാ മണ്ഡപത്തിൽ എത്തിച്ചു. സീതാവിവാഹം അനവധി ആളുകൾ കണ്ടതാണ് ജനക രാജധാനിയിലെ മഹേശ്വര ശാപം. അവർക്കൊക്കെ സീതയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും കഴിഞ്ഞില്ല വില്ല് മുറിക്കാൻ. അതിനാൽ ആർക്കും സീതയെ ലഭിക്കാനും കഴിഞ്ഞില്ല. വിശ്വാമിത്രന്റെ ശിക്ഷണത്തിൽ വളർന്ന ശ്രീരാമനാണ് അവസാനമായി വില്ലു കാണാൻ ചെന്നിരിക്കുന്നത്. എത്രയോ വലിയ വലിയ യോദ്ധാക്കന്മാരൊക്കെ വന്നിട്ടും അവരുടെയൊക്കെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ മഹാശാപത്തെ ഭഞ്ജിക്കാൻ ഇപ്പോഴും തികഞ്ഞ യൗവനത്തിൽ പോലും എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത ശ്രീരാമചന്ദ്രൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്നത് കണ്ടപ്പോൾ കണ്ടു നിന്നിരുന്ന ജനങ്ങൾക്ക് ബഹുരസമായി. അവർ പല അഭിപ്രായങ്ങളും അന്യോന്യം കൈമാറി. എങ്കിലും അതൊന്നും ആരും വകവെച്ചില്ല. വില്ല് കണ്ടതോടെ വിശ്വാമിത്ര മഹർഷി കണ്ണുകൊണ്ട് ശ്രീരാമചന്ദ്രന് നിർദ്ദേശം കൊടുത്തു. രാമചന്ദ്രൻ അരയും തലയും മുറുക്കി തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങി ഇടതു കൈകൊണ്ട് വില്ല് പൊക്കി വലതു കൈകൊണ്ട് ഞാൻ കെട്ടി വലിച്ചതും ഭയങ്കര ശബ്ദത്തോടു കൂടും വണ്ണം വില്ല് മുറിഞ്ഞ് 2 കഷ്ണമായി. സർവ്വജനങ്ങളും സന്തോഷഭരിതന്മാരായി. ആശ്ചര്യം കൊണ്ടും സന്തോഷം കൊണ്ടും ആവിഷ്ടന്മാരായി അരമനയിലുള്ളവരെല്ലാവരും. ഉടൻ തന്നെ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം സീതാദേവി രംഗത്തിൽ പ്രവേശിച്ചു. രാമചന്ദ്രന്റെ കണ്ടത്തിൽ വരണമാല്യം ചാർത്തി. അയോധ്യയിലേക്ക് ആളുപോയി. ദശരഥനെ വിവരം ധരിപ്പിച്ചു. സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് രാജ്ഞിമാരോടും എല്ലാ പരിവാരങ്ങളോടും കൂടി മിഥിലയിലേക്ക് യാത്രയായി. ദശരഥന്റെ 4 പുത്രന്മാരും അവിടെ വെച്ച് വിവാഹിതന്മാരായി. ജനകരാജാവിന്റെ ഔരസപുത്രിമാരായ ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി എന്നീ കന്യകമാരെ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരും വിവാഹം കഴിച്ചു. വളരെയധികം ആർഭാടത്തോടും ആഘോഷത്തോടും കൂടി നടത്തപ്പെട്ട രാജപുത്രിമാരുടെ വിവാഹാഘോഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനകരാജാവ് ദശരഥ മഹാരാജാവിനെയും രാജകുമാരന്മാരെയും അവരുടെ നവവധുക്കളെയും വേണ്ടത്ര പരിവാരങ്ങളോടുകൂടി യാത്രയാക്കി. വമ്പിച്ച ഘോഷയാത്രയായി അയോധ്യ രാജാവും പരിവാരങ്ങളും സ്വഗൃഹത്തിലേക്ക് യാത്രയുമായി. എല്ലാ ആഡംബരങ്ങളോടും ആർഭാടങ്ങളോടും കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ആ രാജകീയ ഘോഷയാത്ര മിഥിലയിൽ നിന്നും പുറപ്പെട്ട് കുറെ ദൂരം വന്നപ്പോഴാണ് ഒരു എതിർപ്പിനെ നേരിടേണ്ടി വന്നത്. ഭൃഗുപുത്രനായ പരശുരാമനായിരുന്നു എതിരാളി. മഹേശ്വര ശാപത്തെ ശ്രീരാമൻ ഭഞ്ജിച്ചു എന്ന് കേട്ടപ്പോൾ ഇളകിയതായിരുന്നു ഭാർഗവരാമൻ. സ്വതവേ തന്നെ ക്ഷത്രിയാന്തകനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരന്റെ വിജയം അസഹ്യമായൊരു ആസ്വാസ്യമായി തീർന്നു. അതായിരുന്നു എതിർപ്പിന്റെ കാരണം. പരശുരാമൻ കലശലായി ക്ഷോഭിച്ചു. തന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അതെടുത്ത് രാമൻ ഞാൻ കെട്ടി അസ്ത്രം തൊടുക്കണം. ഇല്ലെങ്കിൽ തന്നോട് യുദ്ധത്തിന് വരണം. ഇത് രണ്ടും ചെയ്യാത്ത പക്ഷം 2 രാമന്മാരുണ്ടാവാൻ താൻ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോൾ നശിക്കണമെന്നൊക്കെയാണ് പരശുരാമന്റെ വാദം. ദശരഥൻ വല്ലാതെ ഭയപ്പെട്ടു. ഭാർഗവന്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ചു ദശരഥൻ. പക്ഷേ അതുകൊണ്ടൊന്നും ജാമദഗ്നൻ കൂട്ടാക്കിയില്ല. അവസാനം ശ്രീരാമൻ മുന്നോട്ട് വന്ന് ഭാർഗവന്റെ വില്ല് വാങ്ങി നിഷ്പ്രയാസം ഞാൻ കെട്ടി ശരം തൊടുത്ത് ലക്ഷ്യം കാണിച്ചു തരാൻ പറഞ്ഞു. തൊടുത്ത ശരം മടക്കിയെടുക്കില്ല. ലക്ഷ്യം കാണിച്ചു തരാത്ത പക്ഷം തല പോവുമെന്നും ശ്രീരാമനും പറഞ്ഞു. തന്റെ കയ്യിലുള്ള അസാധാരണമായ വില്ല് കുലയേറ്റുകയും തന്റെ തല തന്നെ ലക്ഷ്യമാക്കുകയും ചെയ്യണമെങ്കിൽ സാധാരണ മനുഷ്യനൊന്നും സാധ്യമല്ലെന്നിരിക്കെ എന്താണിങ്ങനെ സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോൾ ഭാർഗവരാമന് ബോധ്യപ്പെട്ടു.
ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണന്റെ അവതാരമാണെന്ന്. അതിനാൽ എല്ലാ അഹങ്കാരവും അടങ്ങി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വീണ്ടും നമസ്കരിച്ചു. കീർത്തനങ്ങളെ കൊണ്ടും ദിവ്യമന്ത്രങ്ങളെ കൊണ്ടും സ്തുതിച്ചു. ദ്വീപാന്തരത്തിലുള്ള രാക്ഷസന്മാരെ രാമശരത്തിന് ലക്ഷ്യമാക്കാൻ അപേക്ഷിച്ചു. ഇതുപ്രകാരം ചെയ്തു. ഭാർഗവരാമൻ ശ്രീരാമനാൽ അനുഗ്രഹീതനായി. ആയുധം വെച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സിനായി പോവുകയും ചെയ്തു. അനന്തരം വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ മഹാരാജാവും പരിവാരങ്ങളും അയോധ്യയിൽ മടങ്ങിയെത്തി. സുഖസമാധാനത്തോടും സമൃദ്ധിയോടും കൂടി അവിടെ സുഖവാസം ആരംഭിച്ചു. രാജകുമാരന്മാർ നവവധുക്കളോടുകൂടി പല രാജകീയ ഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ട് അരമനയിൽ സുഖിച്ചു വന്നു. സീതാവിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങിവന്ന സുഖവാസം ആരംഭിച്ചു എന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് ബാലകാന്ഡം എന്ന ഒന്നാമത്തെ കാണ്ഡം അവസാനിപ്പിക്കുന്നത്. ബാല്യ കൗമാര ദശകൾ കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തി എന്നതുകൊണ്ടാണല്ലോ ബാലകാന്ഡം അവസാനിച്ചത്. ശ്രീരാമചന്ദ്രന്റെ ബാല്യദശയിലെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യൗവനത്തിലെ ചരിത്രങ്ങളാണ് പറയാൻ പോകുന്നതെന്നും സൂചിപ്പിക്കുന്നു.